നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലാ വിഭജനം വീണ്ടും രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുകയാണ്. ഭരണ സൗകര്യത്തിനും വികസനത്തിനുമായി ജില്ല വിഭജിക്കണമെന്നാണ് മുസ്ലിം സംഘടനകളുടെയും ലീഗിന്റെയും ആവശ്യം. ജില്ലയിലെ കോൺഗ്രസും മലപ്പുറം രണ്ടാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. എന്നാൽ സംഘപരിവാർ സംഘടനകൾ ഇതിനെ പൂർണ്ണമായും മറ്റൊരു കണ്ണിലൂടെ കാണുന്നു. മലപ്പുറത്തെ അനിയന്ത്രിതമായ ജനസംഖ്യാ വർധനവാണ് യഥാർത്ഥ പ്രശ്നമെന്നും ചർച്ച ചെയ്യാതെ വികസനം എന്ന പേരിൽ ജില്ല വിഭജിക്കണമെന്ന ആവശ്യം യഥാർത്ഥ വിഷയം ഒളിച്ചു കടത്താനുള്ള ശ്രമമാണെന്നുമാണ് ആരോപണം. അതേസമയം ഈ വാദത്തെ ശക്തമായി എതിർക്കുന്നവർ പറയുന്നത് ജനസംഖ്യ കൂടുതലുള്ളത് ഒരു ഭരണപരമായ വെല്ലുവിളിയാണെന്നും അതിന് പരിഹാരമായി ഭരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിൽ തെറ്റില്ലെന്നുമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം പുതിയ ഭൂപടം വരയ്ക്കുകയാണോ? വികസനത്തിനായി ജില്ല വിഭജിക്കണോ അതോ വികസനത്തിന്റെ പേരിൽ രാഷ്ട്രീയം വിഭജിക്കുകയാണോ? ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ശക്തമാകുമ്പോൾ മലപ്പുറം ജില്ലാ വിഭജന ചർച്ച വീണ്ടും കേരളത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രവേദിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: മലപ്പുറത്തിന്റെ പ്രശ്നം ഭരണപരമാണോ അതോ ജനസംഖ്യാ ഘടനയുമായി ബന്ധപ്പെട്ടതാണോ? വികസനത്തിന്റെ ആവശ്യകതയാണോ മുന്നിലുള്ളത് അതോ രാഷ്ട്രീയ ആരോപണങ്ങൾക്കാണോ കൂടുതൽ പ്രാധാന്യം? മലപ്പുറം ജില്ലാ വിഭജനത്തെ ചൊല്ലിയുള്ള ഈ വിവാദമാണ് ഇന്നത്തെ ചർച്ച. ശ്രീ സി കെ ഷാക്കിർ, ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ എന്നിവരാണ് ചേരുന്നത്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇപ്പോൾ ഇന്നലത്തെ ബജറ്റിലും ഇക്കാര്യം ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ മലപ്പുറം എന്നല്ല, സംസ്ഥാനത്ത് ജില്ലകൾ വിഭജിക്കുന്ന കാര്യത്തെക്കുറിച്ച് പഠിക്കുവാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ബജറ്റിൽ അത് ഇടം പിടിച്ചിട്ടും ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം കാട്ടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. സംഘപരിവാർ സംഘടനകൾ അത് നേരത്തെയും ഈ വിഷയം ഉയർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ട് ഈ വിഷയം ഉയർന്നു വരുമ്പോൾ ഈ ജനസംഖ്യാ വർധനവാണല്ലോ അതിൽ ഒരു പ്രധാന ഘടകമായി വന്നിരിക്കുന്നത്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഈ താങ്കള് ചോദിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളാരും ഈ മലപ്പുറം ജില്ലാ വിഭജനത്തിന് തത്വത്തിൽ എതിരൊന്നുമല്ല. പക്ഷേ അതിന്റെ പിന്നിലുള്ള അജണ്ടകൾ എന്താണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകേണ്ടത്. ആ ചർച്ചാ വിഷയം നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കേൾക്കാമല്ലോ, പറഞ്ഞോളൂ. ഈ എന്താണ് ഈ മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള അജണ്ട എന്നുള്ളതാണ് പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. താങ്കൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, മലപ്പുറം ജില്ലയിലെ അനിയന്ത്രിതമായിട്ടുള്ള ജനസംഖ്യാ വർധനവിനെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. ഈ മലപ്പുറം ജില്ലയെ പറ്റി നമ്മളൊന്ന് പഠിക്കുമ്പോൾ 1969 EMSന്റെ സർക്കാരാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. ആ സമയത്ത് ആരൊക്കെയാണ് എതിർത്തത്? കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്, CPI എതിർത്തിട്ടുണ്ട്. എല്ലാവരും അക്കാലത്ത് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് ശക്തമായി എതിർത്ത കക്ഷികൾ തന്നെയാണ്. ഇന്ന് അവരൊക്കെ പറയുന്നു വികസനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെ 3ആയിട്ട് മുറിക്കണമെന്ന് പറയുന്നു. എന്താണ് വികസനം ഉണ്ടാകാത്തതിന്റെ കാരണം? എന്താണ് ഇതിന്റെ പിന്നിലെ അജണ്ട? ഇക്കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാതെ മലപ്പുറത്തിനെ 3ആക്കണമെന്ന് പറയുന്നു. ഈ മലപ്പുറത്തിനെ 3ആക്കിയത് കൊണ്ട് വികസനം ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ എറണാകുളത്തിനെയും കോട്ടയത്തിനെയും മുറിച്ചുകൊണ്ട് 1960കളുടെ അവസാനം 70കളില് ഇടുക്കി ജില്ല ഉണ്ടാക്കിയല്ലോ. ആ ഇടുക്കി ജില്ലയിൽ എന്തേ വികസനം ഉണ്ടാകുന്നില്ല? നമ്മൾ അതിനെപ്പറ്റി പഠിക്കേണ്ടതില്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വിഭജനം ഉണ്ടാവുകയാണെങ്കിൽ റവന്യൂ പരമായിട്ട് കുറെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുമെന്നുള്ളതിനപ്പുറമായിട്ട് യാതൊരു വികസനവും ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഭരണപരമായി ബുദ്ധിമുട്ടുണ്ട്. അത് നേരത്തെ അല്ല, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ജില്ലാ കളക്ടർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഭരണപരമായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, താങ്കൾ കേൾക്കുന്നില്ലേ? ഭരണപരമായ ഈ ബുദ്ധിമുട്ടുകൾ ജില്ലാ കളക്ടർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും ജനസംഖ്യ 45 ലക്ഷമാണല്ലോ കണക്കാക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ വരും. ഇനി അടുത്ത ജനസംഖ്യ കണക്കെടുപ്പ് പൂർത്തിയാകുമ്പോൾ, സെൻസസ് പൂർത്തിയാകുമ്പോൾ ജനസംഖ്യ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയുവാൻ കഴിയും. എന്തായാലും 45 ലക്ഷത്തിൽ കൂടുതലുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന ജില്ലയ്ക്ക് 31-32 ലക്ഷം ജനസംഖ്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 30 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള 5 ജില്ലകൾ മാത്രമേ കേരളത്തിൽ ഉള്ളൂ. അപ്പോൾ വിഭജനം മലപ്പുറത്ത് മാത്രമല്ല മറ്റ് ചില ജില്ലകളിലേക്ക് കൂടി വരുന്നുണ്ട്. തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ജില്ലാ വിഭജന ആവശ്യം വന്നിട്ടുണ്ട് ഇതിനു മുൻപ്. പക്ഷേ മലപ്പുറമാണ് കേന്ദ്ര ബിന്ദുവായിട്ട് വന്നിരിക്കുന്നത്. ഈ ഭരണപരമായ തടസ്സമുണ്ട് എന്നുള്ള കാര്യം ശരിയാണല്ലോ. കാരണം ഇത്രയും ജനസംഖ്യ ഉള്ളപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ട്, പിന്നെ വികസനം എല്ലായിടത്തേക്കും ചെന്നെത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഈ ഫണ്ടിന്റെ വിനിയോഗത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് കേട്ടോ. എന്നോട് പറയുന്നത് പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. ഈ മലപ്പുറം ജില്ല മാത്രമാണോ വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ജില്ല?
മലബാറിലെ എല്ലാ ജില്ലകളും വികസന കാര്യത്തിൽ പിന്നാക്കം നിൽക്കുന്ന ജില്ലകൾ തന്നെയാണ്. അത് വളരെ കൃത്യമായി ഡേറ്റാ സഹിതം നമ്മുടെ കയ്യിലുണ്ട്. ഇന്നലെ കേരളത്തിലെ മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റില് ആകെ ചെലവ് വിഹിതമായിട്ട് പ്രഖ്യാപിച്ചത് 2,17,558 കോടി രൂപയാണ് ചെലവ് വിഹിതമായി അനുവദിച്ചത്. അതിനകത്ത് വെറും 18 കോടി രൂപ മാത്രമാണ് മലപ്പുറം ജില്ലയുടെ വികസന പ്രക്രിയകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതിനകത്തെ 5 കോടി രൂപ മലപ്പുറം താലൂക്ക് ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കാനും ആധുനിക ക്യാൻസർ സെന്റർ തുടങ്ങാൻ 10 കോടിയും മലബാർ ബിനാലെ സംഘടിപ്പിക്കാൻ 3 കോടിയുമാണ്. എന്ന് പറഞ്ഞാൽ ആകെ ആ 2,17,558 കോടിയുടെ 18 കോടി എന്ന് പറഞ്ഞ 0.0083% ആണ് ആ ജില്ലയ്ക്ക് വേണ്ടി ഈ ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ഇത്രമാത്രം പ്രാമുഖ്യമുള്ള ഒരു മന്ത്രിസഭ മാറ്റിവെച്ചത്. അക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, മലപ്പുറം മാത്രമല്ല മലബാറിലെ എല്ലാ ജില്ലകളും ഗതാഗതം, വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, റോഡ് മാനദണ്ഡങ്ങൾ ഒക്കെയുടെ അടിസ്ഥാനത്തിൽ പിന്നോക്കമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ മലബാർ എന്ന് പറയുന്നത് ഒരു കാലത്ത് മദ്രാസ് പ്രോവിൻസിന്റെ ഭാഗമായിരുന്നു. മലപ്പുറം ജില്ല രണ്ടാക്കണം എന്ന ആവശ്യത്തെ നിങ്ങൾ പറയുന്നുണ്ട് എതിർക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് ഒരു എതിർപ്പിന്റെ സ്വരമാണ്. അത് എന്തുകൊണ്ടാണെന്ന് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പറയുന്നില്ല കേട്ടോ. ഈ ജനസംഖ്യാ വർധനവാണോ അല്ല അനിയന്ത്രിതമായ ജനസംഖ്യാ വർധനവാണോ നിങ്ങൾ ഉന്നയിക്കുന്ന എതിർപ്പ്? ചില നേതാക്കൾ അത് പറയുന്നുണ്ട്. അത് തന്നെയാണ്. ഞാനതിനെ പൂർത്തിയാക്കാൻ സമ്മതിക്കണം. 1971 സെൻസസ് അനുസരിച്ച് മലപ്പുറം ജില്ലയിലെ ആകെ ജനസംഖ്യ 18,56,000 ആയിരുന്നത് 2025 കണക്കനുസരിച്ചുകൊണ്ട് 47 ലക്ഷമായി മാറി. അതേ സമയത്ത് 1971 തിരുവനന്തപുരം ജില്ലയുടെ ജനസംഖ്യ 21,98,000 ആയത് 35,60,000 വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ 71-നും 2025-നും ഇടയ്ക്ക് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിലെ ജനസംഖ്യയുടെ വർധനവ് 153% ഗ്രോത്ത് രേഖപ്പെടുത്തിയപ്പോൾ ഈ മലബാർ പ്രദേശത്ത് അല്ലാത്ത തിരുവനന്തപുരം ജില്ലയിലെ ഗ്രോത്ത് റേറ്റ് വെറും 62% മാത്രമാണ്. ഇങ്ങനെ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ജില്ല മുറിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ വീണ്ടും മലപ്പുറം ജില്ല വിഭജിക്കണമല്ലോ, വീണ്ടും 4 ആക്കണം, വീണ്ടും 10 വർഷം കഴിയുമ്പോൾ 8 ആക്കണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെ അംഗീകരിക്കുക ബുദ്ധിമുട്ട് തന്നെയാണ്. അതാണ് പറഞ്ഞത്, ഈ രാജ്യത്തെ ഒരു ജനസംഖ്യാ നയത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് മലപ്പുറം ജില്ലയിൽ മാത്രം എന്തേ ജനസംഖ്യ വർദ്ധിക്കുന്നു, അതിന്റെ കാരണങ്ങൾ എന്താണ്? ഇപ്പോഴും നിങ്ങളുടെ ഉൾപ്പെടെ ചാനലുകൾ പറയുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ കുറേയേറെ പ്രസവങ്ങൾ വീട്ടിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ സംഖ്യ പോലും ഈ സംഖ്യക്കകത്തേക്ക് വരുന്നില്ല. അവിടെയാണ് ഒരു സംശയകരമായ സാഹചര്യം. ഈ മലപ്പുറം ജില്ലയെ വിഭജിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമോ? നമ്മൾ നോക്കൂ, നേരത്തെ ഈ ഇത്തരത്തിലുള്ള വികസനത്തിന്റെ മാനദണ്ഡത്തിലല്ല മലപ്പുറം ജില്ല രൂപീകരിച്ചത്. ഭൂമിശാസ്ത്രപരമായിട്ടുമല്ല, അത് മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പാലക്കാട് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും കുറെ ഭാഗങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ടാണ് ഒരു കാലത്ത് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. അന്ന് എല്ലാവരും എതിർത്തതാണ് ആ സംഭവത്തിനെ. ഇന്ന് അവരൊക്കെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അത് ആ എതിർപ്പിനെ പറ്റി പഠിക്കണമെങ്കിൽ കേരളത്തിലെ പഴയകാല രാഷ്ട്രീയ ചരിത്ര രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മലപ്പുറത്തിന് ലീഗിന് പ്രത്യേക താല്പര്യമുണ്ട്. പക്ഷെ മലബാർ എന്ന് പറയുന്ന പ്രദേശത്തിന് കൃത്യമായ വികസനം ഉറപ്പുവരുത്താനുള്ള ഒരു കൃത്യമായ പദ്ധതി നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം ഒരു കേന്ദ്ര ഭരണ പ്രദേശം, ഇപ്പൊ മാഹി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ മലബാർ മേഖലയിലാണ്. അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഒരു കാലത്ത് ഈ മലബാറിന്റെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാറിന്റെ ഭാഗമായിരുന്ന ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമാണ്. വികസനം കൃത്യമായ രീതിയിൽ വരും. റവന്യൂ വരുമാനം കൂടുകയോ അല്ലെങ്കിൽ കൃത്യമായ കേന്ദ്ര ഫണ്ട് ഉണ്ടാവുകയോ ചെയ്യാതെ മലപ്പുറം വികസിക്കില്ല. കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള ആ ഒരു നിർദ്ദേശമൊക്കെ അതൊന്നും ഈ സമയത്ത് അത് ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് മാറി ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറ്റുക എന്നൊക്കെ പറയുന്നത് അത് നിങ്ങളുടെ അജണ്ടയായിരിക്കും. മലബാറിനെ കേരളത്തിൽ നിന്ന് മുറിച്ചു മാറ്റുക എന്നുള്ളത് അതല്ല ചർച്ച. ശ്രീ CK ഷാക്കിർ മറുപടി പറയേണ്ടത് ഇപ്പോൾ അനിൽ വിളയിൽ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിനാണ്. കാരണം ഈ അനിയന്ത്രിതമായി ജനസംഖ്യാ വർധനവുണ്ടായി. അപ്പോൾ ഇപ്പോൾ വിഭജനത്തിന് അംഗീകാരം നൽകിയാൽ വീണ്ടും 4ആയും 8ആയും ഒക്കെ മുറിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ്. അതിനുള്ള മറുപടി. ഒന്ന്, നിങ്ങൾ മഞ്ജുഷ് പറഞ്ഞതും നേരത്തെ സംസാരിച്ച അദ്ദേഹം വ്യാഖ്യാനിച്ചതുമൊക്കെ എവിടുന്ന് കിട്ടിയ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല. ഇപ്പോൾ പുതുതായി അധികാരമേറ്റിട്ടുള്ള ശ്രീ VD സതീശൻ സർക്കാർ കേരളത്തിൽ ജില്ലകളും താലൂക്കുകളും പുനഃക്രമീകരിക്കാൻ വേണ്ടി കമ്മീഷൻ വെക്കാൻ തീരുമാനിച്ചു എന്നതാണ് വാർത്ത. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ ചാണക സംഖ്യകൾ പറയുന്നത് പോലെയല്ല. അതിനൊക്കെ മറുപടി പറഞ്ഞാൽ കുറച്ച് അധികമാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വാ, കേന്ദ്ര ഭരണപ്രദേശമാക്കാനൊക്കെ അപ്പോൾ നമുക്ക് കാണാം. അത് മാറ്റിവെക്കുക ചർച്ച.
അത് ഇവിടെ യഥാർത്ഥത്തിൽ അത് പറയേണ്ട പിന്നെ ഒരു സാഹചര്യമല്ല ഇപ്പോൾ. അവരുടെ ഉദ്ദേശം എന്താ നമുക്ക് വ്യക്തമാണ്. അത് ചർച്ച ചെയ്യാൻ തൽക്കാലം അല്ല, കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള ഒരു ചർച്ചയെ വേണ്ട. കേരളത്തിൽ നിന്ന് മുറിച്ചു മാറ്റാനൊന്നും പറ്റുകയില്ല. അത് അജണ്ട വേറെ ഒന്നാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചയെ വേണ്ട. ശരി ഷാക്കിർ. അല്ലല്ല നിങ്ങളുടെ ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നത് തന്നെ സത്യസന്ധമായി നമുക്ക് കാര്യങ്ങൾ വിലയിരുത്തി നമ്മളെ പ്രേക്ഷകർ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി മഞ്ജുഷേ, ഷാക്കിർ പറയട്ടെ. നീയൊക്കെയാണ് ആ സ്വഭാവം കാണിക്കുന്നത്. അങ്ങനെ പറയരുത്. ശരി ഷാക്കിർ, അയാൾ ചർച്ചയുടെ തുടക്കത്തിലെ മര്യാദയോട് പറഞ്ഞ പിന്നെന്താ പറയണ്ടേ? അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞോട്ടെ. അല്ലല്ല, അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞോട്ടെ, എന്തും പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്ത് പറയണം ഞാൻ തീരുമാനിച്ചോളാം. എന്റെ സമയത്ത് ഞാൻ പറയട്ടെ. വിഷയത്തിലേക്ക് വരൂ ഷാക്കിർ, വിഷയത്തിലേക്ക് വരൂ. വിഷയം പറയൂ. നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി ഞാൻ പറയാം മഞ്ജുഷേ. ഇന്ത്യ രാജ്യത്ത് കേരളത്തിന് സമാനമായി ജനസംഖ്യയുള്ള 7ഓളം സംസ്ഥാനങ്ങളുണ്ട്. ആസാം ഉണ്ട്, ഒറീസയുണ്ട്, പഞ്ചാബ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്. അങ്ങനെ പിന്നെ 7 സംസ്ഥാനങ്ങൾ ഏകദേശം നമ്മൾ സമമാണ്. എന്നാൽ ഇവിടെ ആസാമിൽ 35 ജില്ലകളുണ്ട്, ഒഡീസയിൽ 30 ജില്ലയുണ്ട്, പഞ്ചാബിൽ കേരളത്തേക്കാൾ കുറവാണ് പിന്നെ അവിടെ എന്താ പറയുക ജനങ്ങളുള്ളത്. അവിടെ 30 ജില്ലയുണ്ട്, 23 ജില്ലയുണ്ട്. അതുപോലെ ഛത്തീസ്ഗഡിൽ 2.5 കോടി ജനങ്ങളേ ഉള്ളൂ, അവിടെ 33 ജില്ലയുണ്ട്. അങ്ങനെ ഈ 7 ജില്ലകളിൽ കേരളത്തിന് സമാനമായ 7 സംസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് 20ലധികം ജില്ലയുണ്ട്. എന്നാൽ സോറി 7 സംസ്ഥാനങ്ങളിൽ 20ലധികം ജില്ലയുണ്ട്. ഞാൻ കൃത്യമായ ഡാറ്റ തരാം. ഇത് ഈ മലപ്പുറത്തോ അല്ലോ മറ്റേതെങ്കിലും സ്ഥലത്ത് ഒരു ജില്ല പുതുതായി വന്നാൽ അത് വലിയ സംഭവമാണെന്ന് വിവാദമുണ്ടാക്കി ഏതെങ്കിലും നീക്കങ്ങളെ, രാജ്യത്തെ സാമൂഹിക നീതി ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങളെ പിറകോട്ടടിക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയെങ്കിൽ അത്തരം വിവാദങ്ങളൊന്നും വിലപ്പോകുന്ന പ്രശ്നമില്ലെന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം മലപ്പുറം വിഭജിക്കണമെന്നല്ല. നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തണ്ട. മലപ്പുറം വിഭജിക്കണമെങ്കിൽ മലപ്പുറം വിഭജിക്കും. നമ്മൾ സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ ഇപ്പോൾ താലൂക്കാണെങ്കിലും ജില്ലകളാണെങ്കിലും നമുക്കറിയാം മലപ്പുറത്ത് ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം 45 ലക്ഷം ജനങ്ങളുണ്ട്. എന്നാൽ വയനാട്, പത്തനംതിട്ട, ഇടുക്കി, കാസർഗോഡ് പോലെയുള്ള ജില്ലകൾ ഏകദേശം 10 ലക്ഷം താഴെ ചില ജില്ലകളും 10 ലക്ഷത്തിനോട് തൊട്ട് മുകളിൽ ചില ജില്ലകളും, എന്നാൽ 45 ലക്ഷം ഇങ്ങനെ. അതുപോലെ 5 ജില്ലകൾ നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ തിരുവനന്തപുരം പിന്നെ ഉൾപ്പെടെയുള്ള നിരവധി ജില്ലകൾ, എറണാകുളം, തൃശ്ശൂർ, കൊല്ലം ജനസംഖ്യയുണ്ട്. അപ്പൊ ഇത് സാമൂഹിക നീതിക്ക് വിരുദ്ധമാണ്. ഇവിടെ അതെ 6ഓളം ജില്ലകൾ നിലവിൽ കേരളത്തിൽ. പക്ഷേ മലപ്പുറത്തിന്റെ അടുത്തൊന്നുമില്ല കേട്ടോ. മലപ്പുറത്തേക്കാൾ വളരെ അകലെയാണ്. മലപ്പുറത്തിന്റെ അടുത്തൊന്നുമില്ല. ഒരു മിനിറ്റ് പ്ലീസ് പറയട്ടെ. 77 താലൂക്കുകളാണ് നിലവിൽ കേരളത്തിലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ കോഴിക്കോട് താലൂക്കിൽ 20 ലക്ഷം ജനങ്ങളുണ്ട്. കോഴിക്കോട് ഒരു താലൂക്കിന് പരിധിയിൽ 20 ലക്ഷം ജനങ്ങളുണ്ട്. എന്നാൽ തൊട്ടു താഴെ പിന്നെ 1.25 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള താലൂക്ക് പരിധി കേരളത്തിൽ 10ഓളം ഉണ്ട്. ഇത് എത്ര അന്തരമാണ്! ഇവിടെ എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ 2020 മലപ്പുറം ജില്ലാ യൂത്ത് ലീഗിൻ്റെ ഒരു സെമിനാറിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശമുണ്ട്. ജനസംഖ്യയും ഭൂവിസ്തൃതിയും രണ്ടും മാനദണ്ഡമാക്കി നമ്മൾ ജില്ലകളെ പുനഃക്രമീകരിക്കണം, താലൂക്കുകളെ പുനഃക്രമീകരിക്കണം. താലൂക്ക് എന്ന് പറഞ്ഞാൽ റവന്യൂ സംവിധാനത്തിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള യൂണിറ്റാണ്. ആ യൂണിറ്റിലെ വിവിധ തലങ്ങളിൽ ജനങ്ങൾക്ക് പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഇതിൻ്റെ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ 45 ലക്ഷം ജനങ്ങളുള്ള മലപ്പുറത്തിന് എന്തെങ്കിലും ഒന്ന് അനുവദിച്ചാൽ 8 ലക്ഷം ജനങ്ങളുള്ള വയനാട്ടിനെ നിങ്ങൾ കൂട്ടിക്കെട്ടുകയാണ്. ഒരു ജില്ലക്ക് അധികം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ 5ലധികം പിന്നെ ജില്ലയുടെ വലിപ്പം ഈ വയനാട്ടിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മലപ്പുറത്തിനുണ്ട്. അവിടെ സ്വാഭാവികമായും നീതി പുലരണം. ജനസംഖ്യ ആനുപാതികമായി തന്നെയല്ലേ നൽകുന്നത്? ന്യായമല്ല. ആനുപാതികമായി തന്നെയല്ലേ ജനസംഖ്യ മാത്രം അല്ല മഞ്ജുഷേ, ജില്ലകൾക്ക് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലല്ലോ. ഇപ്പൊ നമ്മൾ ഇടുക്കി ജില്ലയിൽ 10 ലക്ഷത്തോളം ജനങ്ങളുള്ളൂ. പക്ഷേ അല്ല ഒരു മിനിറ്റ് പറയട്ടെ. ഇടുക്കി ജില്ലയിൽ 10 ലക്ഷത്തോളം ജനങ്ങളേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഭൂവിസ്തൃതിയിൽ 2ാമത്തെ ഏറ്റവും വലിപ്പമുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. അപ്പോൾ അവിടെ പിന്നെ അതേപോലെ വയനാട് 3 നിയോജക മണ്ഡലങ്ങളും 8 ലക്ഷത്തോളം ജനങ്ങളും മാത്രമേ ഉള്ളൂ. ഭൂവിസ്തൃതിയിലും മറ്റ് ജില്ലകളേക്കാൾ എത്രയോ കുറവാണ്. പക്ഷെ അവിടെ ജില്ലകളെ പുനഃക്രമീകരിക്കുമ്പോൾ അവിടെ ഭൂവിസ്തൃതിയുമായി ബന്ധപ്പെട്ട് പിന്നെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ രണ്ടും ഒരുപക്ഷെ കുറവായിരിക്കും. എന്നാൽ അവിടെ പുതിയൊരു ജില്ലയിലേക്ക് കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ പിന്നെ അത് ഒഴിവാക്കാനോ കഴിയുന്ന സാഹചര്യമില്ല. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ വെച്ചതാണ്. സാമൂഹിക നീതി ഉറപ്പുവരുത്തുക എന്നുള്ളത് ഭരണകർത്താക്കളുടെ ബാധ്യതയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കേരളത്തിൽ 10 ലക്ഷത്തിലധികം ഹൈന്ദവ മതവിശ്വാസികൾ ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറം. ചില ആളുകൾ വളരെ മോശമായി ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും നല്ല രീതിയിൽ മതേതരത്വവും സൗഹാർദ്ദത്തോടു കൂടിയും ഏറ്റവും സന്തോഷത്തോടുകയും ഹൈന്ദവ മതവിശ്വാസികൾ ജീവിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അതും മലപ്പുറമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മലപ്പുറത്തെങ്ങാനും ഒരു അധിക ജില്ല വരുമോ എന്നുള്ള ആശങ്കയിൽ നിങ്ങൾ ഈ സംവിധാനത്തെ എതിർത്തുകൊണ്ട് ഏതെങ്കിലും ഒരിക്കലും നടക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ദുരുദ്ദേശത്തോടുള്ള താല്പര്യങ്ങൾ ഇതിലേക്ക് ചർച്ച കൊണ്ടുവന്ന് വിവാദങ്ങളാക്കി ഈ സംവിധാനത്തെ ഈ നീക്കത്തെ എന്തെങ്കിലും വഴിമുടക്കാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല UDF സർക്കാർ കൃത്യമായി പറയുന്നുണ്ട്, ഏതെങ്കിലും ആളുകളെ പ്രത്യേകമായി വിരോധമോ പ്രത്യേകമായ അവരോടുള്ള താല്പര്യമോ അല്ല, നമുക്ക് സാമൂഹ്യ നീതിയിൽ ആനന്ദ് കൊച്ചുകൂടി ഇത് നേരത്തെയും ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ അന്ന് ലീഗ് ഇത് പരസ്യമായിട്ട് കൈകൊടുത്തിട്ടില്ല. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, മുസ്ലിം ലീഗും ഉണ്ട് മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യത്തിൽ. യൂത്ത് ലീഗ് നേരത്തെ തന്നെ ആ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയുടെ വിഭജനം അല്ല മഞ്ജുഷ, നിങ്ങൾ മലപ്പുറം ജില്ല വിഭജനം എന്ന ചർച്ചയാക്കല്ലേ? അല്ല മഞ്ജുഷ, എന്തിനാണ് കേരള ഗവൺമെന്റ് പറഞ്ഞത് കേരളത്തിൽ പക്ഷേ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള കാര്യം ഈ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ ഏതാനും നിവേദനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ കാര്യത്തിലാണെങ്കിൽ കാന്തപുരം ആ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് നേരത്തെ ആ യാത്രയുടെ സമയത്ത്. പക്ഷെ ആവശ്യം ശക്തമായിട്ട് വരുന്ന മലപ്പുറം ജില്ലയുടെ കാര്യത്തിലാണ്. അത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണവുമായിട്ട് വന്നിരിക്കുന്നത്. ശരി ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇതിപ്പോൾ ഈ മലപ്പുറത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഈ മതവുമായിട്ട് കൂട്ടിക്കലർത്തുന്നു എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ടല്ലോ. ഞാൻ വരാൻ താങ്കളിലേക്ക്. അങ്ങനെ ഒരു ദുരുദ്ദേശമൊന്നും ഈ ചർച്ചയ്ക്കില്ല ശ്രീ CK ശാക്ർ, അങ്ങനെ കണക്കാക്കാതെ. ഞാൻ പറഞ്ഞത് ലീഗ് മുൻപ് ഇത് കൈ കൊടുത്തിരുന്നില്ല ഈ വിഷയത്തിൽ പരസ്യമായിട്ട്, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുമായിരുന്നു. അതിനൊരു കാരണം SDPI ആണ് ഇത് ശക്തമായിട്ട് ഉന്നയിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. അവർ അതിൽ പ്രതിഷേധങ്ങൾ പോലും സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരാണ് ശക്തമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നത്. അതൊരു കാരണമായിട്ട് വന്നിട്ടുണ്ടല്ലോ. മതം എപ്പോഴും കടന്നു വരും ഈ മലപ്പുറം ജില്ലയുടെ വിഭജനം ചർച്ചയാകുമ്പോൾ. ഇത്തവണയും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ. സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിക്കഴിഞ്ഞു. ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അല്ല, ഇതിൽ സംഘപരിവാറിന് പ്രത്യേകിച്ച് അവർക്ക് സ്റ്റേക്ക് ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ BJPയുടെ ഒരു പ്രതിനിധി അവരാണ് ഈ ആവശ്യത്തെ എതിർക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. അതിന് അവർക്കൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഹെഫ്റ്റ് ഉണ്ട്. അവർ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇപ്പോൾ 3 MLA-മാരുണ്ട് എന്ന രീതിയിൽ നമുക്ക് അതിനെ ഒരു പ്രാധാന്യം കൊടുക്കാമായിരുന്നു. ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ ഇതിനെ എതിർക്കുമെന്നുള്ളത് അതിപ്പോൾ അവരെതിർത്തില്ലെങ്കിൽ പോലും അവരവരുടെ അഭിപ്രായം വ്യക്തമാക്കിയില്ലെങ്കിൽ പോലും അവരെതിർക്കുമെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അവർക്ക് പ്രധാനമായിട്ടും മതാടിസ്ഥാനത്തിൽ ഈ മലപ്പുറത്തെ കാണുന്ന ഒരു അങ്ങനെയാണല്ലോ സംഘപരിവാർ സംഘടനകൾ എല്ലാ കാര്യത്തിലും മത അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളെയും വീക്ഷിക്കുന്നത്. അത് സംഘപരിവാർ മാത്രമല്ല, ഈ പറഞ്ഞ SDPI ആണെങ്കിലും ഇതുപോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മതപരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന സംഘടനകൾ കേരളത്തിലുണ്ട്. അതിപ്പോൾ കാസ പോലെയുള്ള പൊളിറ്റിക്കലായിട്ടുള്ള എന്നാൽ മതപരമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന വേറെ സംഘടനകളുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം, ഈ ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു മലപ്പുറം എന്നതിനപ്പുറം ഇപ്പം ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ മൂവാറ്റുപുഴ ജില്ല കാലാകാലങ്ങളായിട്ട്, അതായത് ഈ കാസർഗോഡ് ജില്ല വരുന്നതിന് മുൻപും ഈ ഇടുക്കി ജില്ലയുടെ രൂപീകരണ സമയത്തുമൊക്കെ മൂവാറ്റുപുഴ ജില്ലയ്ക്ക് ആവശ്യം അന്ന് വലിയ തോതിൽ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ മലപ്പുറം എന്ന് പറയുന്നതിന് ഇത്രയും വലിയൊരു ഫാക്ടർ ആകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മതപരമായിട്ട് അതിനെ ആൾക്കാർ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സംഘപരിവാറിന് പുറത്തും പല ആൾക്കാരും മലപ്പുറത്തെ മതപരമായിട്ട് കാണുന്നുണ്ട്. അതിന് കുറേ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈ 1947 വരെ മാപ്പിളസ്ഥാൻ എന്ന് പറയുന്ന ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ഈ പാകിസ്ഥാൻ പോലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ, അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല, അവരുടെ പൂർവികരായിട്ടുള്ള ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ പക്ഷത്ത് അന്ന് ഇസ്മായിൽ സാഹിബൊക്കെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണ്. അവരുടെയൊക്കെ ആവശ്യങ്ങൾ വന്നതിൻ്റെ ഒരു 2 പതിറ്റാണ്ടിന് ശേഷം 1967 സപ്തകക്ഷി മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. അപ്പോഴാണ് ഈ ലീഗിൻ്റെ കൂടെ CPM-ഉം CPI-യും എല്ലാവരും കൂടി ഭരണത്തിൽ വരുമ്പോഴാണ് വീണ്ടും ഈ മലപ്പുറം ജില്ല എന്ന ആശയം അതിനെ സാക്ഷാത്കരിക്കുന്നതും. ആ ജില്ല കിട്ടിക്കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ ആ മുന്നണി പിളരുകയും കുറുമുന്നണി ഉണ്ടാകുകയും
ലീഗും CPM രണ്ടാവുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും അന്ന് കെ കേളപ്പനെ പോലെ ഇപ്പോൾ ഇവിടെ ശ്രീ സംഘപരിവാറിൻ്റെ നേതാവ് പറയുന്നുണ്ടല്ലോ, അതായത് അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കളും അന്ന് മറ്റെല്ലാ പാർട്ടികൾ കൂടുതലും എതിർക്കുകയാണ് ചെയ്തത്. അന്ന് കെ കേളപ്പനെ പോലെ അദ്ദേഹം അന്ന് കോൺഗ്രസിൻ്റെ ഭാഗമല്ല എങ്കിൽ പോലും കെ കേളപ്പനെ പോലെ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾ എല്ലാവരും അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള വസ്തുത അതാണ്. 47 വരെ മാപ്പിളസ്ഥാൻ എന്ന് പറയുന്ന ഇവിടെ ഒരു ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭജനപരമായിട്ടുള്ള കാര്യം ഇവിടെ നിലനിന്നിരുന്നു. അതിനു മുൻപ് 1921 മാപ്പിള ലഹള അല്ലെങ്കിൽ ആ ചരിത്രം വേറെയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ വിഷയങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. പക്ഷേ ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ല ഈ പറയുന്നത് പോലെ ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കിയാൽ ഏകദേശം 50 ലക്ഷം ആൾക്കാരുള്ള ഒരു ജില്ലയാണ്. കേരളത്തിലിപ്പോൾ വയനാടാണെങ്കിലും ഇടുക്കി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ജില്ലകൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ഈ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു ജില്ലയായിട്ട് നിലനിർത്തുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്തെ മാത്രമല്ല പാലക്കാടിനെയും കോഴിക്കോടിനെയും തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി താലൂക്കിനെയും ഉൾപ്പെടെ വീണ്ടും വിഭജിച്ചാൽ മാത്രമേ മലപ്പുറം 2-3 ജില്ലകളായിട്ട് അത് ചില ഭാഗങ്ങളൊക്കെ കോഴിക്കോടിൻ്റെ കൂടെയും ചില ഭാഗങ്ങൾ പാലക്കാടിൻ്റെ കൂടെയും കൂട്ടിച്ചേർക്കാവുന്നതാണ്. എന്തായാലും ഈ തിരൂരും പെരിന്തൽമണ്ണയൊക്കെ ഒരേ ജില്ലയിൽ വരിക, അതായത് ഒരു ജില്ലയിൽ തന്നെ 4 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു ജില്ലയുടെ മറ്റേ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് എത്തുക, അല്ലെങ്കിൽ മലപ്രദേശവും തീരപ്രദേശവും അടങ്ങിയ ജില്ല എന്ന രീതിയിൽ മലപ്പുറം ഒരു ജനസംഖ്യ മാത്രമല്ലല്ലോ, ഭൂപ്രദേശം നോക്കിയാൽ പോലും മലപ്പുറത്ത് പലതരത്തിലുള്ള ഭൂപ്രദേശങ്ങളുണ്ട്. അപ്പോൾ അത് മലപ്പുറം എന്ന ഒരു ജില്ലയിൽ അല്ലെങ്കിൽ മലപ്പുറം എന്ന ഒരു സ്ഥലത്തെ മാത്രം നമ്മൾ ഈ ചർച്ചയിലേക്ക് വലിച്ചിടാതെ ഇവിടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നെടുമങ്ങാട് തിരുവനന്തപുരത്ത് ഒരു ജില്ല വേറെ വേണം, പിന്നെ കായംകുളം ആസ്ഥാനമാക്കി ഓണാട്ടുകര ജില്ല, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര ആസ്ഥാനമാക്കി വേറെ ഒരു ജില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിവേദനമാണ് സംസ്ഥാന സർക്കാരിന് മുന്നിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതങ്ങനെ അങ്ങനെ ഒരു നിവേദനം വന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകരയാണോ നെടുമങ്ങാട്? നെയ്യാറ്റിൻകര. ഓക്കെ, നെയ്യാറ്റിൻകരയാണെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്തായാലും ഒരു ജില്ലയ്ക്ക് കൂടിയുള്ള സ്പേസ് എന്തായാലും ഉണ്ട്. ഈ ഓണാട്ടുകര ജില്ല എന്ന് പറയുന്നത് ആ പ്രത്യേക ഭൂപ്രദേശം ഇപ്പോൾ ഹരിപ്പാട്, മാവേലിക്കര, കുന്നത്തൂർ, കരുനാഗപ്പള്ളി, കായംകുളം അത് ഒരു ജില്ലയാക്കാവുന്ന ഒരു പ്രദേശമാണ്, ഒരു പ്രത്യേക സംസ്കാരമുള്ള ഒരു പ്രദേശമാണ്. മൂവാറ്റുപുഴ ജില്ല, അതിൽ തൊടുപുഴ, ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ടുള്ള തൊടുപുഴ ഉൾപ്പെടെ, കോതമംഗലം, പിറവം ഇതെല്ലാം ഉൾപ്പെടെ ഒരു ജില്ല, മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമാക്കാവുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മലപ്പുറം ഇപ്പോൾ തന്നെ വിഭജിച്ച് പാലക്കാടിനെയും കോഴിക്കോടിനെയും വീണ്ടും വിഭജിച്ച് അവിടെ 2 ജില്ലകൾ പുതിയതുണ്ടാക്കാവുന്നതാണ്. ഒരു ജില്ല എന്ന് പറയുന്നത് ഇപ്പോൾ മലപ്പുറം എന്നുള്ളത് 3 കഷ്ണങ്ങളായിട്ട് 3 ജില്ലകളാക്കാവുന്നതാണ്. ചില ഭാഗങ്ങൾ കോഴിക്കോടിനെയും ചില ഭാഗങ്ങൾ പാലക്കാടിനെയും കൂടെ ചേർക്കാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെ അവിടെ പിന്നെ അതുകൂടാതെ കണ്ണൂർ ഭാഗത്ത് വേറെ ജില്ല ഉണ്ടാകും. തലശ്ശേരി വേണമെങ്കിൽ വേറൊരു ജില്ല ആക്കാവുന്നതാണ്. വടകര, തലശ്ശേരി എല്ലാം കൂടി ഒരു ജില്ല അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ കേരളത്തിലൊരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 ജില്ലകളെങ്കിലും കൂടുതൽ ഉണ്ടാക്കാവുന്നതാണ്. ഈ പറഞ്ഞതുപോലെ പഞ്ചാബിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയിലധികമോ ജില്ലകളുണ്ട്. അപ്പോൾ കേരളത്തിൽ ഈ 14 ജില്ലകൾ എന്ന് പറയുന്നത് ഈ റവന്യൂ അധികാരികൾക്ക് മാത്രം അല്ലെങ്കിൽ റവന്യൂ ഓഫീഷ്യൽസിന് മാത്രം കിട്ടുന്ന ഗുണമല്ല. സാധാരണ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒരു ജില്ലയുടെ ഒരറ്റത്ത് നിന്ന് മറ്റൊരു അറ്റത്തേക്ക് പോകാൻ മണിക്കൂറുകൾ സഞ്ചരിക്കണമെങ്കിൽ അത് ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയല്ലേ. കേരളത്തിലൊരു ഹൈക്കോടതി കൊച്ചിയിൽ വന്നത്, എറണാകുളത്ത് വന്നത് തന്നെ ഇതുപോലെയുള്ള ഈ യാത്രയുടെ പേരിൽ മാത്രമാണ്. അപ്പോൾ കേരളത്തിൽ എന്തായാലും ജില്ലകളുടെ എണ്ണം കൂട്ടേണ്ടതാണ്. അത് നമ്മൾ ഈ മലപ്പുറം എന്ന് പറയുന്ന ആ മതാടിസ്ഥാനത്തിൽ മാത്രം അതിനെ നോക്കിക്കാണുമ്പോഴാണ് അതിന് എതിർപ്പ് വരുന്നത്. അതായത് ഈ 1969 മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ തന്നെ അതിലൊരു തെറ്റുപറ്റി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ മുസ്ലിം പ്രദേശങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന ആ ഒരു പ്രദേശങ്ങളെല്ലാം മാത്രം കൂട്ടിച്ചേർത്ത് പാലക്കാടിൻ്റെയും കോഴിക്കോടിൻ്റെയും പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് മലപ്പുറം ഉണ്ടാക്കിയ ആ ഒരു തീരുമാനം തെറ്റിപ്പോയി എന്നാണ് ഞാൻ കരുതുന്നത്. അത് മതാടിസ്ഥാനത്തിലല്ല, അത് പല ഈ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം
അന്ന് EMS ആ ഒരു ടോക്കണിസം അല്ലെങ്കിൽ ആ ഒരു എന്താണ് വോട്ട് കിട്ടാനുള്ള ആ തന്ത്രം CPM അന്ന് പുറത്തെടുത്തതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോഴും സംഘപരിവാർ ഉൾപ്പെടെ അല്ലെങ്കിൽ CPM ഉൾപ്പെടെ ഇവിടെ ഈ വിഷയത്തിൽ അവർക്ക് ഒരു ദുസൂചന നൽകിക്കൊണ്ട് ഈ കാര്യത്തെ എതിർക്കാൻ അവർക്ക് പറ്റുന്നത്. ശരി, ശ്രീ അനിൽ പിള്ളയിൽ, ഇതിപ്പോൾ കേരളത്തിൽ മുഴുവൻ ഇത് വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് മലപ്പുറത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പക്ഷെ മലപ്പുറം സംസാരിക്കുമ്പോൾ ഈ മതം അവിടെ കടന്നു വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളത് മനഃപൂർവ്വം അതെടുത്തിടുകയുമാണ്. ശ്രീ അഡ്വക്കേറ്റ് അനിൽ പിള്ളയിൽ. ഇതിനകത്ത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ അവസാനത്തെ കാര്യം വളരെ പ്രസക്തമാണ്. EMS സർക്കാരിന്റെ കാലത്ത് മലപ്പുറം ജില്ല രൂപീകരിച്ചതിന്റെ പിന്നിലുള്ളത് എന്തായിരുന്നു ഉദ്ദേശമെന്ന് ചോദിച്ചാൽ അത് കൃത്യമായും മതം തന്നെയായിരുന്നു. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ചേർത്തുകൊണ്ട് ഒരു ജില്ല ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള EMS നമ്പൂതിരിപ്പാട് ബാഫഖ് അലി തങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കപ്പെട്ട ഒരു സംഭവം മാത്രമായിരുന്നു. അത് വികസനത്തിന്റെ മാനദണ്ഡത്തിലൊന്നും ആയിരുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മലപ്പുറം ജില്ലയെ വിഭജിക്കുകയോ വിഭജിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. ഈ വികസനം വേണ്ടതും അല്ലെങ്കിൽ ഡെവലപ്മെന്റ് വേണ്ടതും മലപ്പുറം ജില്ലയ്ക്ക് മാത്രമല്ല. മലബാർ പ്രദേശം പൂർണ്ണമായും വികസനത്തിന് താഴെയാണ്. പല മാനദണ്ഡങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ ഗതാഗതമായിക്കൊള്ളട്ടെ, ആരോഗ്യപരമായ കാരണങ്ങളായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, എല്ലാം ഈ കേരള രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ മലബാർ പ്രദേശത്തു നിന്നാണ് പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരും കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചു. പല പ്രമുഖ നേതാക്കന്മാരും കേരളത്തിലെ വളരെ ദീർഘകാലം പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാരായിരുന്നു. എന്തേ ഇവർക്കൊക്കെ ഈ മലബാർ മേഖലയെ വികസിപ്പിക്കുന്നതിന് തടസ്സം നിന്നിരുന്നത്? ഇവർക്കുള്ള കഴിവില്ലായ്മ. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. മലപ്പുറം ജില്ലയെ വികസിപ്പിക്കുകയോ മുറിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, പക്ഷെ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു കേന്ദ്രഭരണ പ്രദേശം വരികയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് മാറിയൊരു കേന്ദ്രഭരണ പ്രദേശം എന്നാണ്. എന്താണ് താങ്കൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു ചർച്ചയുടെ പോലും ആവശ്യമില്ലാത്തതാണല്ലോ. ചർച്ച ഞാൻ എന്താണ് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുക മലബാറിനെ എന്നൊക്കെ പറയുമ്പോൾ? മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന ഒരു അത് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി എന്നുള്ളതാണ് വാദം. മലപ്പുറം ജില്ലയെ മുറിക്കണം എന്ന് പറയാനുള്ള അവകാശം ഒരു വ്യക്തിക്ക് ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുണ്ട് എങ്കിൽ എനിക്കുൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ മലബാർ മേഖലയെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റണമെന്ന് പറയാനുള്ള അധികാരമുണ്ട്. ഭരണഘടന ഞങ്ങൾക്ക് കേരളത്തിൽ മലബാർ പ്രദേശം വേണ്ട എന്നാണല്ലോ താങ്കളുടെ നിലപാട്. താങ്കളുടെ സംഘടനയുടെ അല്ലല്ല, കേരളത്തിലല്ല. അത് തീവ്രമായ നിലപാടാണ്. അത് ശരിയായ നിലപാടാണോ തെറ്റായ നിലപാടാണോ എന്ന് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. കാരണം അത്രമാത്രം അപകടകരമായ രീതിയിലുള്ള പല പ്രശ്നങ്ങളും മലബാർ മേഖല നേരിടുന്നുണ്ട്. മലപ്പുറം ജില്ല തന്നെ നമ്മൾ നോക്കൂ. ഈ ചർച്ചയുടെ പല ഘട്ടത്തിലും സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞ ഡേറ്റയൊക്കെ എവിടുന്ന് കിട്ടിയതാണെന്നാണ് ബഹുമാനപ്പെട്ട ലീഗിന്റെ പ്രതിനിധി ചോദിച്ചത്. ഒരു 3 വർഷക്കാലം മുമ്പ് ഈ ബഹുമാനപ്പെട്ട കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി കേരള നിയമസഭയിൽ ഒരു കണക്കിന്റെ ഉത്തരം കൊടുത്തു. എന്തായിരുന്നു ചോദ്യമെന്ന് ശ്രീ മഞ്ജുഷിന് അറിയാമോ? കേരളത്തിലെ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടിയ റെക്കഗ്നൈസ്ഡ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ കുട്ടികളുടെ എണ്ണമായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം കൊടുത്തു. 3,60,50,000 കുട്ടികളാണ് 2-3 വർഷങ്ങൾ എന്താണ് ഷാജർ? എന്നെ പറയാൻ പൂർത്തിയാക്കൂ. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞു തിരുവനന്തപുരത്ത് അല്ല, നിങ്ങളിപ്പോൾ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കും, സംശയം തീർക്കാനാ. അതായത് നിങ്ങൾ പറഞ്ഞു തിരുവനന്തപുരത്ത് 18 ലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ 971 22 ലക്ഷം ജനങ്ങൾ. പിന്നെ 76,071 സെൻസസിലും തിരുവനന്തപുരം ജില്ലയിൽ 21,98,000 ആയിരുന്നു 1971 സെൻസസ്. 2025 ആയപ്പോഴേക്ക് മലപ്പുറം ജില്ലയിലെ 18,56,000 എന്നുള്ളത് ഏകദേശം 46-47 ലക്ഷമായി. കാരണം 2021 സെൻസസ് നടന്നിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിൽ 21,98,000 പറയുന്ന ജനസംഖ്യ. താങ്കൾ വെള്ളം വെച്ചോണ്ടെന്ന് എനിക്ക് പറയാൻ ഇപ്പോ 35,60,000 മാറി. സുഹൃത്തെ, അത് പറയാനാണ്. ആ കണക്ക് തെറ്റാണ് നിങ്ങൾ പറയുന്നത്. താങ്കൾ തെളിയിച്ചോളൂ. ഞാൻ കൃത്യമായ രീതിയിലാണ് പറയുന്നത്. താങ്കൾ ഏത് രേഖ വെച്ച് വേണമെങ്കിലും സംസാരിച്ചു. ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ആ ഗ്രോത്ത് റേറ്റ് മലപ്പുറം ജില്ലയിലെ 153% 2025 വരെ വന്നു. ശ്രീ മഞ്ജുഷെ, ഇദ്ദേഹം കിടന്ന് വെറുതെ ചെലച്ചോണ്ടിരുന്നാൽ എനിക്ക് മറുപടി പറയാനൊക്കില്ല. അദ്ദേഹം അവിടെ നിശബ്ദനായിട്ടിരിക്കട്ടെ. പുള്ളി വായി വരുന്നത് തോന്നിവാസം പറഞ്ഞിട്ട് പറയുന്നില്ലല്ലോ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. 3 വർഷങ്ങൾക്ക് മുമ്പ് V ശിവൻകുട്ടി കേരള നിയമസഭയിൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം പറഞ്ഞു 3,56,000. ഇന്നും അത് പൊതു പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട് രേഖകള്.
അതിനകത്തെ ഏകദേശം 18-20% വരുന്ന 65,000 കുട്ടികളും മലപ്പുറം ജില്ലയിൽ പ്രവേശനം നേടിയ കുട്ടികളാണ്. എന്ന് വെച്ചാൽ തിരുവനന്തപുരം തൊട്ട് ഇടുക്കി വരെയുള്ള എല്ലാ ജില്ലകളിലെയും 1-ാം ക്ലാസ്സിലെ കുട്ടികളെക്കാൾ കൂടുതലാണ് മലപ്പുറം എന്ന് പറയുന്ന ഒറ്റ ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എത്ര ഭീകരമായ ജനസംഖ്യാ വർധനവാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മലപ്പുറത്തെ ജനങ്ങൾക്ക് സൗകര്യം കിട്ടുന്ന വികസനങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ജില്ലകൾ മുറിച്ചുകൊള്ളട്ടെ. ഈ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ, ഈ രീതിയിലുള്ള ജനസംഖ്യാ വർധനം ഉണ്ടാവുകയാണെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ വീണ്ടും മലപ്പുറത്തിനെ മുറിക്കണം എന്ന് പറയില്ലേ? ഓരോ പഞ്ചായത്തിനെയും ഓരോ ജില്ലയാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ അടവാണ്. ഇന്നേക്ക് ശേഷം കുറെ കാലം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ജില്ലയായതുകൊണ്ട് ഞങ്ങൾക്കൊരു സ്റ്റേറ്റ് വേണമെന്ന് പറയും. പിന്നീട് ഈ സ്റ്റേറ്റിനെ രാജ്യമെന്ന് പറയും. പാകിസ്ഥാൻ ഉണ്ടായ കാലത്ത് തന്നെ മലബാർ മേഖലയിലെ ലീഗ് മുമ്പോട്ട് വെച്ചതാണ് മാപ്പിളസ്ഥാൻ എന്ന് പറയുന്ന ആശയം. ആ മാപ്പിളസ്ഥാൻ ഞങ്ങൾക്ക് വേണം എന്ന് വാദിച്ചവരാണ് കേരളത്തിലെ ലീഗുകാർ. ആ ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ട് പേടി കാരണമാണ് ഇത്തരത്തിലുള്ള ഈ ജില്ലാ വിഭജനം ഈ ജനസംഖ്യയുടെ പെരുപ്പത്തിന്റെ മാത്രമാണോ കാരണം എന്ന് നമ്മൾ നോക്കേണ്ടത്. അതുമാത്രമല്ല, ജില്ല മുറിച്ചു എന്നുള്ള കാരണത്താൽ വികസനം വരികയാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ എന്തേ വികസനം ഉണ്ടാകുന്നില്ല? കോട്ടയം ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും ഭാഗങ്ങൾ മുറിച്ചുകൊണ്ടല്ലേ ഈ ഇടുക്കി ജില്ല വന്നത്? അതൊന്നും കണക്കിലെ വൈരുദ്ധ്യം താങ്കൾ പറയുകയുണ്ടായി. എന്താണ് ശരി കണക്കിലെ വൈരുദ്ധ്യം എന്താണ് ഷാക്കിർ? അതായത് ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. നമ്മളെ കൂടെ ഒരു പാനലിസ്റ്റ് ഇരുന്നിട്ട് വിവരക്കേടും പിന്നെ ശരിയല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് തിരുത്തേണ്ടി വരും. ഒന്ന് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഇവിടെ മലബാറിലെ വികസനമില്ലായ്മയെ കുറിച്ചാണ്. എനിക്ക് പറയാൻ സമയം ഞാൻ പറയാം, ഉണ്ടാക്കാൻ പറയാളോട്. അതായത് ഇപ്പോൾ ഞാൻ UP-യിലൂടെ ബംഗാളിലൂടെയൊക്കെ സ്ഥിരമായി യാത്ര ചെയ്യുന്നയാളാണ്. അങ്ങനെ കേന്ദ്രഭരണ പ്രദേശം ഏതെങ്കിലും ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആക്കേണ്ടത് BJP ഭരിക്കുന്ന ഗുജറാത്തും UP-യും അവിടുത്തെ മനുഷ്യരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ വയനാട് ജില്ല രൂപീകരിക്കുന്ന സമയത്ത് കണക്കിലെ വൈരുദ്ധ്യം ഒന്ന് പറഞ്ഞോളൂ. കാരണം താങ്കൾ പറയാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അതെന്താണ്? തെറ്റുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അനിൽ ചെയ്തത് എന്ന് പറയേണ്ടി വരും. എന്താണ് കണക്കിലെ വൈരുദ്ധ്യം? അതാണ് ഈ മനുഷ്യ ഈ കണക്ക് നമുക്കൊക്കെ ലഭ്യമാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കണക്കുകളുണ്ട്. ഈ വയനാട് ജില്ല രൂപീകരിക്കുന്ന സമയത്ത് 6,09,000 ജനങ്ങൾ അവിടെയുണ്ട്. അന്ന് മലപ്പുറം ജില്ലയിൽ 26 ലക്ഷത്തോളം ജനങ്ങളുണ്ട്. നോക്കുക നിങ്ങൾ, ഇന്നും അതായത് 4 ഇരട്ടി ജനങ്ങളുടെ വ്യത്യാസം അന്നും ഇന്നുമുണ്ട്. ഇനി ഇടുക്കിയിലെ കണക്കെടുത്തോ, അവിടെ ജനസംഖ്യാ വർധനവ് എടുത്ത് പരിശോധിച്ചോ. ഇദ്ദേഹം പറയുന്നത് മലപ്പുറത്തെ ജനസംഖ്യാ വർധനവിന്റെ കാരണത്തിൽ ഇടയ്ക്കിടെ ജില്ല ചോദിക്കുന്നു എന്നാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു. അനിൽ പറഞ്ഞത് തെറ്റുണ്ടെന്ന് പറഞ്ഞു. അനിൽ പറഞ്ഞത് 21 ലക്ഷം അല്ലേ 1971 ഉണ്ടായിരുന്നു അല്ലേ? 21 ലക്ഷം 1971 2011 ആയപ്പോൾ 2011 കണക്കേ ഉള്ളല്ലോ സെൻസസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ. അത് 41 ലക്ഷമാണ്. 41 ലക്ഷമാണ് മലപ്പുറത്ത്. ഏകദേശം കണക്ക് ക്ലിയർ ആയിട്ട് തന്നെ ആരോഗ്യ വകുപ്പിന്റെ പക്കലുണ്ട്. ഞാൻ പറയട്ടെ മഞ്ജുഷേ പറയട്ടെ. അല്ല ഷാക്കിറെ, അതിൽ അനിൽ പറഞ്ഞ കണക്ക് പൊട്ടത്തെറ്റാണ്. താങ്കൾ പറഞ്ഞപ്പോൾ അത് തെറ്റാണ് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട്. ഞാൻ ജില്ലയുടെ പറഞ്ഞ കണക്ക് നിങ്ങൾ പരിശോധിച്ചോ. ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിക്കേണ്ട. അന്നും ആ കാലത്തും കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ജനസംഖ്യാനുപാതികമായി 1-ാം സ്ഥാനത്ത് മലപ്പുറമാണ്. ഭൂവിസ്തൃതിയിൽ അന്നും ഇന്നും 3-ാം സ്ഥാനത്ത് ഏറ്റവും വലിയ ജില്ല പാലക്കാട്, ഇടുക്കി, മലപ്പുറം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭൂവിസ്തൃതിയും ജനസംഖ്യയും പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഈ ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിനെ ഈ ആളുകളൊക്കെ വ്യാഖ്യാനിക്കുന്നത് നോക്ക്. ഇവരൊക്കെ ശരിക്കും മനുഷ്യവർഗത്തിലാണോ? ഇവരേത് യുഗത്തിലാണ്? എവിടെയാണ് ഇവരൊക്കെ ജീവിക്കുന്നത്? ഇവരൊക്കെ തലക്കകത്ത് എന്താണുള്ളത്? നേരത്തെ ആനന്ദ് ബോസ് പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞു കൃത്യമായി. ഇത് മലപ്പുറത്തിന്റെ 1971 സെൻസസും തിരുവനന്തപുരത്തിന്റെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലായിരുന്നു ജനസംഖ്യ കൂടുതൽ. അതാണ് അനിൽ പറഞ്ഞത്. ഞാൻ ചെക്ക് ചെയ്തപ്പോഴും അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലായിരുന്നു അന്ന് ജനസംഖ്യ കൂടുതൽ. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ മറിച്ചാണ്. അല്ല, ഞാൻ മഞ്ജുഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കണക്ക്, അതായത് അല്ല മഞ്ജുഷ ഞാൻ പറയട്ടെ. അതായത് ഞാൻ പറഞ്ഞ കണക്ക് മഞ്ജുഷ ശ്രദ്ധിച്ചില്ല. വയനാട് ജില്ല രൂപീകരിക്കുന്ന സമയത്ത് വയനാടിന്റെ ജനസംഖ്യ 6,09,000 അന്ന് മലപ്പുറത്തിന്റെ കണക്ക് 26 ലക്ഷമാണ്. നിങ്ങൾ അത് നോക്ക്. ഒരു ജില്ലയിൽ 6,09,000, മറ്റൊരു ജില്ലയിൽ 26 ലക്ഷം.
അതേ അന്തരമേ ഇന്നും നിലനിൽക്കുന്നുള്ളൂ. തിരുവനന്തപുരം ഇന്ന് വയനാട്ടിൽ അല്ല ഞാൻ 10 പറയട്ടെ അത് ലക്ഷത്തോളമായി. അല്ലല്ല പിന്നെ മലപ്പുറത്ത് ജനസംഖ്യാ ലാസ്റ്റ് ക്രമത്തിൽ കണക്കനുസരിച്ച് വലിയ വ്യത്യാസമല്ല, ഒരു 10 ലക്ഷത്തിന്റെ വ്യത്യാസമുണ്ട്. എങ്കിലും തിരുവനന്തപുരവും മലപ്പുറവും തമ്മിലൊന്ന് കമ്പയർ ചെയ്യൂ. അതാണ് അനിൽ പറഞ്ഞത്. ഞാനത് ആര് പറഞ്ഞാണ് ശരിയെന്ന് പ്രേക്ഷകർക്ക് മുന്നിലും തെളിയിക്കണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കേട്ടോ. അങ്ങനെ അല്ല ഇത് എല്ലാവർക്കും അവൈലബിൾ ആണ് ഈ കണക്ക്. അല്ല അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ നേരത്തെ കാര്യം കിട്ടും. പിൻവലിക്കണം. താങ്കൾ ഈ ഏത് പൊട്ടക്കണക്ക് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് ഇതിന്റെ കണക്ക് ചോദിച്ചിരുന്നു. available ആണ്. അല്ല അപ്പോൾ താങ്കളാണ് തെറ്റിദ്ധരിപ്പിച്ചത്. താങ്കൾ ഇടയ്ക്ക് അല്ല, കയറി ഞാൻ- പറഞ്ഞപ്പോൾ താങ്കളാണ് അല്ല, തെറ്റിദ്ധരിപ്പിച്ചത്. അല്ല, ഞാൻ 18 നിങ്ങൾക്ക് ലക്ഷമായിരുന്നു 18 ഞാനിപ്പോ ലക്ഷമായിരുന്നു figure- അല്ല, 1971 മലപ്പുറത്തെ മഞ്ജുഷേ, ജനസംഖ്യ. അല്ല, അത് ഞാൻ ഇപ്പോൾ പറയുന്നത് 2011 നോക്കുകയാണെങ്കിൽ 41 ലക്ഷം. ഇപ്പോഴത്തെ ഏകദേശ കണക്ക് നോക്കുകയാണെങ്കിൽ 45-നും 47-നും ഇടയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തേത് 21-ൽ നിന്ന് 35 ലക്ഷമായിട്ടുണ്ട്. അപ്പോൾ വർധനവ് നേരത്തെ ഇദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ശരി. ഞാൻ കറക്റ്റ് കണക്ക് പറഞ്ഞു. അനിൽ പറഞ്ഞാണ് ശരി. മഞ്ജുഷേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് എവിടെ തെറ്റ് മഞ്ജുഷേ? ഞാൻ വയനാട് ജില്ലയുടെ കണക്ക് പറഞ്ഞു. വയനാടല്ലോ നമ്മൾ പ്രശ്നം. വയനാടല്ലോ ചോദിച്ചത്. അതിലെവിടെയാണ് തെറ്റ്? അല്ല ഞാൻ പറഞ്ഞത് അല്ല, നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം മാത്രം പറഞ്ഞു പോയവരല്ലോ. അല്ല നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് അന്നും ഇന്നും മലപ്പുറം ജില്ല രൂപീകരിച്ച ശേഷം ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് മലപ്പുറമാണ്. അവിടെ വ്യത്യാസം വരുന്നില്ല. പക്ഷപാതപരമായി സംസാരിക്കല്ലേ? പക്ഷപാതപരമല്ല, ഞാൻ കണക്ക് വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. പക്ഷപാതം എന്ന് പറയരുത്. ഞാൻ താങ്കൾക്ക് പലതവണ ചോദിച്ചു. അല്ല ഞാൻ കണക്കാണല്ലോ പറഞ്ഞത്. അല്ല മഞ്ജു, ഞാൻ പറഞ്ഞില്ലേ? അല്ല 71 കണക്ക് പറയൂ ശ്രീ ശാഖര. ഞാനിനി താങ്കളെ താങ്കൾ പറഞ്ഞതിനെ തെറ്റായി ഞാൻ വ്യാഖ്യാനിച്ചു എന്ന് പറയരുത്. 71 കണക്ക് നോക്കൂ താങ്കൾ, സെൻസസ്. ഞാൻ പറഞ്ഞ കണക്ക് തെറ്റുണ്ടോ പരിശോധിച്ചോ. 6,09,000 വയനാടിന്, മലപ്പുറം ജില്ലയിൽ 26 ലക്ഷം. വയനാടിനൊക്കെ ശരിയാണ്, വയനാടിന് ശരിയാണ്. ഞാൻ പറയുന്നത് അവിടെയാണ്. അതിന് തെറ്റുണ്ടോ മഞ്ജുഷേ? അല്ല നേരത്തെ താങ്കൾ തിരുവനന്തപുരം പറഞ്ഞപ്പോഴാണ് ഇടപെട്ടത്, അതുകൊണ്ടാണ്. അതായത് വയനാടും മലപ്പുറത്തും കേരളത്തിൽ അല്ല ഒരു മിനിറ്റ്. അല്ല ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഉത്തരവാദിയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വയനാടും കേരളത്തിൽ ഒരു ജില്ലയാണ് അല്ലേ? എത്ര മനുഷ്യരാണ് അവിടെ ജീവിക്കുന്നത്? എത്ര ഭൂവിസ്തൃതിയിൽ എത്ര കിലോമീറ്റർ സ്ക്വയർ ആണ് ആ ജില്ലയുള്ളത്? എന്നാൽ മലപ്പുറം എങ്ങനെയാണ്? അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അത് തമ്മിലുള്ള അന്തരം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞിട്ടുള്ളത്. എന്തോ അന്തരം വലുതാണ്. വയനാട്ടിൽ 9 ലക്ഷമേ ഉള്ളൂ. വയനാട്ടിൽ 9 ലക്ഷമേ ഉള്ളൂ. അതും വയനാട് മലപ്പുറവുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ? അവിടെയാണ് കേരള ഗവൺമെന്റ് കമ്മീഷനെ വെച്ചിട്ടുള്ളത്. 20 ലക്ഷം ജനങ്ങളുള്ള കോഴിക്കോട് താലൂക്കും 1.25 ലക്ഷം ജനങ്ങളുള്ള 10ഓളം താലൂക്കുകളും കേരളത്തിലുണ്ട്. അത് വലിയ സാമൂഹിക അനീതിയാണ്. ജനങ്ങൾക്ക് നീതി ലഭ്യമാകുന്നില്ല. അതിൽ പരിഷ്കരണം വേണം. അത് എന്താ പറയുക, പുനഃക്രമീകരിക്കണം. അവിടെയാണ് നിങ്ങൾ ചർച്ച കൊണ്ടുവരേണ്ടത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള തീരുമാനവുമായി കേരള സർക്കാർ വരുമ്പോൾ അവിടെ നിങ്ങൾ എന്തിനാണ് അനാവശ്യമായി വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഇത് മലപ്പുറത്തേക്ക് മാത്രമായിട്ട് ഒതുക്കുന്നതുകൊണ്ടാണ്. ബജറ്റിൽ ഒരിടത്തും മലപ്പുറം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. മലപ്പുറത്തെ വിഭജിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. കേരളത്തിൽ മുഴുവനായിട്ട് ജില്ലകൾ പുനഃക്രമീകരിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനാണ്. വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാത്രം കയ്യിലുള്ള ഒരു ഡ്രൈവറാണ്. ഈ ബസ്സിനെ നിയന്ത്രിക്കുന്ന കണ്ടക്ടർ എന്ന് പറയുന്നത് ലീഗിന്റെ മന്ത്രിമാരാണ്. ഞാൻ ഈ പറഞ്ഞ ഡേറ്റ 100% ശരിയാണെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ മലപ്പുറം ജില്ലയിലെ അതിഭീകരമായ ജനസംഖ്യാ വിസ്ഫോടനമാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ഞാൻ പറഞ്ഞു, വീണ്ടും പറയുന്നു, 71 നടന്ന സെൻസസിലെ തിരുവനന്തപുരം ജില്ലയിൽ 21,98,000 മലപ്പുറം ജില്ലയിൽ 18,56,000 ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മലപ്പുറം ജില്ലയിൽ 153% ഗ്രോത്ത് റേറ്റോടുകൂടി 47 ലക്ഷമായി. തിരുവനന്തപുരം ജില്ലയിൽ വെറും 62% ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ 35,60,000 ആയുള്ളൂ. ഷാക്കിർ യാതൊരു ബോധവും പൊക്കണോ ഇല്ലാതെ ഒന്നും അറിയാതെ ലീഗിന്റെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ച് എന്തോ എഴുന്നള്ളിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു തെറ്റാണ്, വിവരക്കേടാണെന്ന്. ഞാൻ 100% താങ്കളെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഫിഗറിനകത്ത് ഒരെണ്ണമെങ്കിലും കുറഞ്ഞാൽ ഞാൻ താങ്കൾ പറയുന്ന ജോലി ചെയ്യാം.
താങ്കൾ തിരിച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യണം. താങ്കൾക്ക് അതിന് ധൈര്യം ഉണ്ടാകണം. താങ്കളെ ഈ ലീഗുകാർ പഠിപ്പിച്ച് എവിടെയെങ്കിലും വിട്ടിട്ടുള്ള കാര്യം വന്ന് ഇവിടെ എഴുന്നള്ളിക്കല്ല. ഈ പബ്ലിക് അല്ല സുഹൃത്തെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നതിൽ നിങ്ങൾ അന്ധമായ മതവെറി തലക്ക് പിടിച്ച ആളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറയുന്ന സംഗതികൾ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ പറഞ്ഞോ. പക്ഷെ ഞാൻ കൃത്യമായി കണക്ക് പറഞ്ഞു. വയനാട് മലപ്പുറം ജില്ലയുടെ കണക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഫിഗർ സൈഡ് പറഞ്ഞിട്ടില്ലേ? കൂടുമ്പോൾ ഈ 2 ജില്ലകൾ വേണമെന്ന് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കേരള രാഷ്ട്രീയത്തിനെ ലീഗ് കൊണ്ടുപോകും. 5 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഇവർ പറയും ഞങ്ങൾക്ക് 2 ജില്ല കൂടെ വേണം, കാരണം ഇത്ര ലക്ഷം ജനങ്ങൾ കൂടി എന്ന് പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. മലപ്പുറം മാത്രം വളർന്നാൽ പോരാ. ലീഗിന് മലപ്പുറം 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 എന്ന് മാത്രമേ വാക്ക് പറയാനുള്ളൂ. ഞങ്ങൾ മലബാറിനെ പൂർണ്ണമായിട്ട് പറയുന്നു. മലപ്പുറത്തിന്റെ വികസനം മാത്രമല്ല, മലബാറിന്റെ വികസനം, കേരളത്തിന്റെയും ഭാരതത്തിന്റെയും തന്ത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ സുരക്ഷ, വിദ്യാഭ്യാസം, കച്ചവട മേഖലകളിലുള്ള വളർച്ച തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ ഈ മേഖലകൾക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജോട് കൂടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായില്ല എങ്കിൽ മലപ്പുറത്തെ ചില വിഭാഗങ്ങൾ മാത്രം വളരുകയും ഉത്തരം മലബാറിലെ ഇതര വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവര് ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും രീതിയിൽ കഴിയാനും ഇടമാകും. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അഡ്വക്കേറ്റ് അനിൽ പിള്ളയിൽ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ വികസനം വരാത്തതിന് കാരണം ജില്ലയെ വിഭജിക്കാത്തതാണെങ്കിൽ ഇടുക്കി ജില്ലയിൽ വികസനം കുറവാണല്ലോ തുടങ്ങിയ വാദങ്ങളാണ്. അതിനെന്തെങ്കിലും പ്രസക്തിയുള്ള കാര്യമാണോ? മഞ്ജുഷേ, മൂപ്പര് അദ്ദേഹം നേരത്തെ എന്നെ വെല്ലുവിളിച്ചില്ല. ഒരു കാര്യം പറയട്ടെ, അദ്ദേഹം എന്തേ പറഞ്ഞ് ഭാഷാപരമായിട്ടുള്ള ഒരു മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ 971 എത്രയാന്നാ പറഞ്ഞേ? 18,56,000. നിങ്ങൾ എന്താ, അത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അത് തെറ്റൊന്നുമല്ല, സെൻസസ് റിപ്പോർട്ട് ഉണ്ട്. ആ കണക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെ കേരള ഗവൺമെന്റ് അല്ല, അതെ, അത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാം. മിനിമം നിങ്ങളൊരു മനുഷ്യനാകും. അല്ല കേൾക്ക്, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കും. നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകല്ലേ. അല്ല അല്ല അല്ല, ഒരു മിനിറ്റ് മഞ്ജുഷേ, മാത്രമേ പറയുള്ളൂ. നിങ്ങളെ മാതിരി RSSന്റെ ആളല്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, അത് കണക്ക് ശരിയല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയുന്ന പണി ഞാൻ എന്റെ അടുത്ത് കണക്ക്. നിങ്ങൾ പറഞ്ഞ 18 ലക്ഷം എന്നാണ് മലപ്പുറത്തെ ജനസംഖ്യ. അല്ല അല്ല, നിങ്ങൾ എന്താ ചെയ്യാ? കണക്ക് ഞാൻ തരാം. ഞാൻ മഞ്ജുഷേ, ഈ ചർച്ച എല്ലാവരും കേൾക്കണില്ലേ? മലയാളികൾക്ക് കേൾക്കും. അല്ല അല്ല, നിങ്ങൾ നേരത്തെ എന്നെ വെല്ലുവിളി. അല്ല, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം മിനിമം ഒരു മനുഷ്യനാവാൻ തയ്യാറാവോ? 18 ലക്ഷം നോക്കിയതിനകത്ത് 1856 തന്നെയാണ്. താങ്കൾ എവിടെന്ന് വെച്ചാൽ സംഖ്യ പറയൂ. അല്ല അല്ല, 22 ലക്ഷത്തോളം ജനങ്ങൾ 1971 സെൻസസ് പ്രകാരം മലപ്പുറത്തുണ്ട്. 18,56,000. നിങ്ങൾ എന്നിട്ട് തെറ്റായ കണക്ക് കൊണ്ട് താങ്കളുടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇത് ഈ ചർച്ച റെക്കോർഡാണല്ലോ, ഇവിടെ ഉണ്ടാവുമല്ലോ. അല്ല ഇവിടെ മഞ്ജുഷേ, ഈ ചർച്ച റെക്കോർഡാണല്ലോ, ഇവിടെ ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തോട് വളരെ വിനീതമായി പറയാനുള്ളത്, നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട്, മതപരമായ കാഴ്ചപ്പാടോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം ശരിയായിക്കോണമെന്നില്ല. കണക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ വെറുതെ വന്ന് ഇരിക്കല്ല ഇവിടെ. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ധാരണ എനിക്കുണ്ട്. ആരോടെങ്കിലും ഉള്ള വിരോധത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക താല്പര്യത്തിലോ ഇരിക്കല്ല. സത്യസന്ധമായി സംസാരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തോ തലക്കകത്ത് ആരോടോ ഉള്ള വിരോധം, എന്തോ വെറി നിങ്ങൾക്കുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങളൊരു മനുഷ്യനാകണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ സമയത്ത്. പക്ഷെ 1971 ഈ താങ്കൾ പറയുന്ന 22 എന്നാണ്, 18 ലക്ഷത്തി സംതിങ് ആണ് കേട്ടോ. കണക്കുകൾ കാണിക്കുന്നത് അങ്ങനെയാണ്. മലപ്പുറം ഞാൻ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുത്ത് 18,56,000 ഉള്ളു എന്റെ ഷാക്കിറെ. ശരി ആയിക്കോട്ടെ. താങ്കൾ ഞാൻ പറഞ്ഞ പണി ചെയ്യണം. അല്ല, 21,50,939 സുഹൃത്തെ. 21,50,939 അതാണ് കറക്റ്റ് കണക്ക്. തിരുവനന്തപുരം ജില്ലയിൽ അതാണ് 971 സെൻസസ് പ്രകാരം അങ്ങനെയാണുള്ളത്. ഷാക്കിറെ, ഞാൻ താങ്കളെ വെല്ലുവിളിക്കാണ്. ഡിസ്ട്രിക്ട് സെൻസസ് ഹാൻഡ് ബുക്ക് 1971 എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. 1 ഏപ്രിൽ 71 18,56,362.
കേന്ദ്ര ശരി ശരി ഗവൺമെന്റിന്റെ തർക്കം പോട്ടെ. സെൻസസ് ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ. താങ്കൾ വിഡ്ഢിത്തം ഇല്ലില്ല പറയുന്നതിന് ആനന്ദ് കൂടിയുണ്ട്. പരിധിയുണ്ട്. ശ്രീ ആനന്ദ്, ഈ വികസനം എത്താത്തതാണ് പ്രശ്നമെങ്കിൽ മറ്റ് പല ജില്ലകളിലും അല്ല, വികസനം ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു പരിശോധിച്ചോ? ഇവിടെ നിങ്ങൾ പരിശോധിച്ചോ? ആനന്ദ്. അല്ല അത് കഴിഞ്ഞു. അത് ശരി ആനന്ദ് പറയട്ടെ. റിപ്പോർട്ടുണ്ട്. ആനന്ദ് കൂടിയുണ്ട് ഈ ചർച്ചയിൽ. നിങ്ങൾ രണ്ടും തർക്കിച്ചാൽ പോരാ. ശരി. അല്ല, ഈ ഇടുക്കി ജില്ലയുടെ കാര്യമാണല്ലോ മഞ്ജുഷ് ചോദിച്ചത്. അതെ, ഇടുക്കി ജില്ല ഉണ്ടാക്കിയത് കോട്ടയം ജില്ലയിലെ പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകൾ സംയോജിപ്പിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ ഈ മേഖലകളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത തൊടുപുഴ താലൂക്കിനെ കൂടി ഉൾപ്പെടുത്തി ആണ് ഇടുക്കി ജില്ല ഉണ്ടാക്കുന്നത്. ഈ ഇടുക്കി ജില്ലയിൽ മലപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഹൈറേഞ്ച് പ്രദേശങ്ങളാണ് തൊടുപുഴ ഒഴിച്ചുള്ള പ്രദേശങ്ങൾ. അവിടെ വികസനം എത്താത്തതിൻ്റെ കാരണം അവിടുത്തെ ഭൂപ്രകൃതിയും അവിടെ ഈ പരമ്പരാഗതമായിട്ടുള്ള ഭാഷാപരമായിട്ടും മറ്റ് പലതരത്തിലുമുള്ള ആ പിന്നോക്കാവസ്ഥ. അതിപ്പോൾ ഈ പീരുമേടും ദേവികുളവും ആ രണ്ട് താലൂക്കുകളിൽ തമിഴ് വംശജരായിരുന്നു അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുന്ന മനുഷ്യരായിരുന്നു കൂടുതൽ. അപ്പോൾ ഈ തൊടുപുഴ താലൂക്കിനെ അന്ന് ഇടുക്കി ജില്ലയുടെ ഭാഗമാക്കിയത് തന്നെ ആ ഒരു ദീർഘവീക്ഷണത്തോടെയാണ്. അവിടെ മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ ഈ തമിഴ്നാട് ലേക്ക് കൂട്ടിച്ചേർക്കണം എന്ന ആവശ്യമൊന്നും ഉണ്ടാകാതിരിക്കാനാണ് അന്ന് അങ്ങനെ തൊടുപുഴ താലൂക്കിനെ ഇടുക്കി ജില്ലയുടെ ഭാഗമാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഈ വയനാട് ജില്ല പോലെ തന്നെ 3 താലൂക്കുകൾ മാത്രം, അതായത് മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, ഇങ്ങനെ 3 താലൂക്കുകളാണല്ലോ വയനാട് ജില്ലയിൽ വരുന്നത്. അതുപോലെ 3 താലൂക്കുകൾ മാത്രമുള്ള ഒരു ജില്ലയായിട്ട് മാറേണ്ടതായിരുന്നു ഇടുക്കി. അതിൽ ഇപ്പോൾ ഈ ഇടുക്കി എന്ന് പറയുന്ന മണ്ഡലം, ഇപ്പോൾ അവിടെ 5 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഇടുക്കി എന്ന് പറയുന്ന മണ്ഡലം തന്നെ തൊടുപുഴയുടെ പകുതി ഭാഗം കട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്, ബൈഫർക്കേറ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ തൊടുപുഴ താലൂക്കിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ഇടുക്കി ജില്ലയെ തന്നെ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പോലും കൽപ്പറ്റ ഒരു മുനിസിപ്പാലിറ്റി ആയിട്ട് പോലും ഇടുക്കി ജില്ലയുടെ ഏറ്റവും വലിയ പ്രധാന കച്ചവട കേന്ദ്രം ഇപ്പോഴും തൊടുപുഴയാണ്. തൊടുപുഴ നമ്മൾ നോക്കുകയാണെങ്കിൽ എറണാകുളവും കോട്ടയവുമായിട്ടാണ് കൂടുതൽ അടുപ്പം. ഈ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള പൈനാവ് എന്ന് പറയുന്നത് വളരെ ദൂരെ കിടക്കുകയാണ്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഓരോ ജില്ലയിലും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. വികസനം വരാത്തത് എന്താണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഇങ്ങനെ ബ്രോഡായിട്ട് എന്താണ് ഇടുക്കിയിൽ വികസനം വന്നിട്ടില്ല, വയനാട് വികസനം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് ഇതുപോലെയുള്ള സൂക്ഷ്മ വശങ്ങൾ നമ്മൾ നോക്കാതെ വെറുതെ പറയുന്നതാണ്, റെട്ടോറിക്കിന് വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി പറയുന്നതാണ്. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇടുക്കി, വയനാട് എന്നൊക്കെ പറയുന്നത് കുറച്ച് ഒരു എക്സെപ്ഷണൽ കേസുകളാണ്. അങ്ങനെയല്ലല്ലോ. നമ്മൾ ഈ കേരളത്തിലെ 14 ജില്ലകൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് 14 ജില്ലകൾ എന്ന് പറയുന്നത് ഒരു വളരെ വിചിത്രമായ കാര്യമാണ്. ഇവിടെ അതുമാത്രമല്ല, ഇവിടെ മുനിസിപ്പാലിറ്റികൾ ആകെ ഇപ്പോൾ 87 മുനിസിപ്പാലിറ്റികളേ ഉള്ളൂ. നമ്മുടെ താലൂക്കുകളുടെ എണ്ണവും മുനിസിപ്പാലിറ്റികളുടെ എണ്ണവും ഏകദേശം സമാസമമാണ്. കേരളത്തിലെ ഏറ്റവും ചുരുങ്ങിയത് 500 മുനിസിപ്പാലിറ്റികൾക്കുള്ള അവസരം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു സെൻസസ് ടൗൺ ഒരു മുനിസിപ്പാലിറ്റി ആക്കുന്നതിന് വേണ്ട ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ 5000 ജനസംഖ്യ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ 934 പഞ്ചായത്തുകളിൽ ഒരു 500 എണ്ണമെങ്കിലും മുനിസിപ്പാലിറ്റികളാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ സതീശൻ സർക്കാർ പല വികസന കാര്യങ്ങൾ അവർ പ്രഖ്യാപിച്ചു. ഇപ്പോൾ കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആയിട്ട് മാറ്റും, അല്ലെങ്കിൽ കേരളം ഇതുവരെയുള്ള ഒരു രീതിയിലല്ല ഇനി വികസനത്തെ അവർ നോക്കിക്കാണുന്നതെന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ജില്ലകൾ മാത്രമല്ല, കേരളത്തിൽ ഈ 87 മുനിസിപ്പാലിറ്റികളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 200-300 മുനിസിപ്പാലിറ്റികൾ പുതിയതായിട്ട് ഉണ്ടാക്കുക. ഈ 14 ജില്ലകളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 ജില്ലകളെങ്കിലും ആക്കി മാറ്റുക. അങ്ങനെ വരുമ്പോൾ ഇവിടെ സർക്കാരിന് ടാക്സ് ഇനത്തിൽ തന്നെ ഈ ജില്ലകളും മുനിസിപ്പാലിറ്റികളും ഉണ്ടാക്കുന്നത് വഴി ഉണ്ടാകുന്ന ചിലവ് അല്ലെങ്കിൽ റവന്യൂ ചെലവുകൾ മറികടക്കാൻ അത്രയും ടാക്സ് കിട്ടുന്ന ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കേരളത്തിലെ നമ്മൾ ഇപ്പോഴും ഈ പഞ്ചായത്തുകളായിട്ടും പഞ്ചായത്തുകളായിട്ട് പല പ്രദേശങ്ങളിലും നിലനിർത്തുന്നതിൻ്റെ കാരണം, ഇപ്പം ഞാൻ എറണാകുളം ജില്ലയിലെ ഒരു കാര്യം തന്നെ പറയാം. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ഇത്രയധികം ഈ ചെറിയ മുനിസിപ്പാലിറ്റി ഇപ്പം കോർപ്പറേഷൻ മേഖലയെ കൂട്ടിച്ചേർക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, എറണാകുളം ജില്ലയിലെ കോൺഗ്രസ്സുകാർ താല്പര്യപ്പെടുന്നില്ല. കാരണം അവരുടെ കുത്തക നഷ്ടപ്പെടുന്ന അവർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. അത് നമ്മളോട് നേരിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെയുള്ള ചെറിയ ഈ സങ്കുചിതമായ രാഷ്ട്രീയം മറന്നുകൊണ്ട് കേരളത്തിന് മൊത്തത്തിലുള്ള വികസനത്തെ മുൻനിർത്തിക്കൊണ്ട് കോർപ്പറേഷൻ പരിധി വർദ്ധിപ്പിക്കുക, മുനിസിപ്പാലിറ്റികളുടെ എണ്ണം
10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു 2-3 പക്ഷേ ഇവിടെയെല്ലാം അല്ലല്ല, ഇവിടെയെല്ലാം രാഷ്ട്രീയ 20 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആക്കുക. അല്ല, രാഷ്ട്രീയമായ പരിഗണന ഉണ്ടാകും, അവരുടെ താല്പര്യവും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അത് ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാതിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അത് ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ ജനസംഖ്യാ വർധനവിൻ്റെ കാരണം. ഈ കാര്യം 1971 മുതൽ ഇപ്പോൾ വരെയുള്ള ജനസംഖ്യാ വർധനവ് അത് ആനുപാതികമല്ല എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നത്. അഡ്വക്കേറ്റ് അനിൽ പിള്ളയിൽ അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അനിൽ, ഞാനിപ്പോൾ വാട്സാപ്പിലോട്ട് 1971 സെൻസസ് റിപ്പോർട്ട് ഇട്ട് തന്നിട്ടുണ്ട്. താങ്കൾ ഇത് കണ്ടിട്ടുള്ളതായിട്ടാണ് നീല ടിക്ക് കൊണ്ട് തോന്നുന്നത്. ഇദ്ദേഹം ഷാക്കിറിന്റെ കൂട്ടുള്ള ആൾക്കാർ, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ പറ്റിയൊന്നും വ്യക്തമായ ഡേറ്റയെ സംബന്ധിച്ച് വിവരമൊന്നുമില്ല. ഞാൻ കൃത്യമായിട്ട് ഇട്ട് തന്നിട്ടുണ്ട് താങ്കളുടെ വാട്സാപ്പിൽ. ഞാൻ താങ്കൾ പറഞ്ഞ ഡേറ്റയാണ് എനിക്കും അറിയാവുന്നത്. അത് തന്നെ ഞാൻ പറഞ്ഞത്. മലപ്പുറം ജില്ലയിൽ കുറവായിരുന്നു 1971. തിരുവനന്തപുരം ജില്ലയിലായിരുന്നു കൂടുതൽ. ഇപ്പോൾ പക്ഷേ തിരിച്ചാണ്, തിരുവനന്തപുരം ജില്ലയിലേക്കാൾ മലപ്പുറം ജില്ലയിൽ. ആ സംഖ്യ തന്നെ പറഞ്ഞു, ആ സംഖ്യയിൽ ഒരെണ്ണം പോലും വ്യത്യാസമില്ല. ഷാക്കിർ ഞാൻ പറഞ്ഞ പണിയുടെ ഭാഗമായിട്ട് രാഷ്ട്രീയം ഒന്നും നിർത്തരുത്. ഷാക്കിർ ലീഗിൽ തന്നെ തുടരണം. അതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇത്തരത്തിലുള്ള നിലവാരമുള്ള ആൾക്കാരാൽ സമ്പന്നമായ ഒരു പ്രസ്ഥാനമായിട്ട് ലീഗ് മുമ്പോട്ട് പോകണം. ഞാൻ താങ്കളുടെ നമ്പർ അറിയാത്തതുകൊണ്ടാണ്, മഞ്ജുഷിന് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്, അത് മേടിച്ച് നോക്കിയാൽ മതി. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ 2 വർഷം മുമ്പ് ശിവൻകുട്ടി പറഞ്ഞ കണക്കനുസരിച്ച് കൊണ്ടുള്ള ഈ സംഖ്യയിലെ കുട്ടികൾ 12-13 വർഷം കഴിയുമ്പോൾ നവ വോട്ടർമാരായി മാറുമ്പോൾ കേരളത്തിലെ ഏകദേശം 18-20% നവ വോട്ടർമാരും അക്കാലത്തേത് മലപ്പുറം എന്ന് പറഞ്ഞ ഒറ്റ ജില്ലയിൽ നിന്നാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കുമ്പോൾ തിരുവിതാംകൂർ മേഖല ഉൾപ്പെടെ കൊച്ചി മേഖലയുള്ള പ്രദേശങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുത്തനെ കുറയുകയും മലബാർ മേഖലയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുത്തനെ കൂടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം വരുമ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇംബാലൻസ് നമ്മൾ കണ്ടില്ലെന്ന് വരിക്കാൻ സാധിക്കില്ല. അതാണ് ഇതിന്റെ പിന്നിലെ അപകടം. അതാണ് ആനുപാതികമല്ലാത്ത രീതിയിലുള്ള ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കേരളത്തിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും 2.10 TFR റേറ്റ് താഴെ നിൽക്കുമ്പോൾ ഈ ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 2.34 എന്ന് പറയുന്ന TFR റേറ്റ്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, 100 ദമ്പതികളുടെ മക്കളുടെ എണ്ണം, അതുണ്ടാക്കാൻ പോകുന്ന ഒരു ഇംബാലൻസ് ആണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതനുസരിച്ച് മലപ്പുറം ജില്ലയിൽ 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഇദ്ദേഹം മാധ്യമപ്രവർത്തകന് പറഞ്ഞ കാര്യമാണ്, വീണ്ടും 5 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ വീണ്ടും 2 ജില്ല, 10 വർഷം ആകുമ്പോൾ സമഗുണിത പ്രപ്പോർഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ 2, 4, 6, 8 എന്ന രീതിയിലേക്ക് കൂടുമ്പോൾ തിരുവിതാംകൂറും കൊച്ചിയിലും ഈ 4 എന്നുള്ളത് 3 ആകുന്നു, 2 ആകുന്നു, 1 ആനന്ദ് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ആനന്ദ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആനന്ദ് അങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല കേട്ടോ. ഈ വീണ്ടും വിഭജിക്കേണ്ടി വരും അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ ക്ഷമിച്ചേക്കാം. അദ്ദേഹം ആ സൂചന നൽകി. കാരണം മലപ്പുറം ജില്ല രൂപീകരിച്ചത് തന്നെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത മതത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ഞാൻ പറയുന്നു, വീണ്ടും ഒരു ഇസ്ലാമിക രാഷ്ട്രം മലപ്പുറം കേന്ദ്രമാക്കി വേണമെന്നുള്ള ആവശ്യം വരും വർഷങ്ങളിൽ വരത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ആ രീതിയിലുള്ള ജനപ്പെരുപ്പം അവിടെ ഉണ്ടാകുന്നു. ശ്രീ ഷാക്കിറിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തതാണ്. താങ്കൾ അത് ഏക്കത്തില്ലെന്ന് എനിക്കറിയാം. താങ്കളുടെ ഇരിക്കുന്നത് ഈ ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ ഊത്തന്മാരുടെ കയ്യിലെ ഏതെങ്കിലും സെർച്ച് ചെയ്യാന്നല്ല, താങ്കൾക്കൊന്നും കിട്ടിയില്ലല്ലോ. ഞാൻ തരും. മഞ്ജുഷേ, അദ്ദേഹം പറഞ്ഞ അതേ രീതിയിൽ ഞാൻ മറുപടി പറയുന്നില്ല. പറഞ്ഞാൽ അദ്ദേഹം മിക്കവാറും പ്രകോപിതനാവും. നേരത്തെ തുടക്കത്തിൽ കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡാറ്റയിലേക്ക് വരാം. നിങ്ങൾ ഈ ചർച്ച ഒരു സതുദ്ദേശത്തോടു കൂടെ നടത്തുകയാണെങ്കിൽ, നമ്മൾ UDFന്റെ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിൽ പുതിയ ജില്ലകളും പുതിയ താലൂക്കുകളും വേണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ വെക്കുമെന്നാണ്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ്, നമ്മുടെ കേരളത്തിൽ ജില്ലകൾ തമ്മിലുള്ള വ്യത്യാസം ജനസംഖ്യയിലും ഭൂവിസ്തൃതിയിലും എങ്ങനെയാണ്, ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ വെച്ചപ്പോൾ അപ്പോഴേക്കും ഈ ചാണക സംഖ്യകൾക്ക് ഹാലിളകിയതെന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ആദ്യം പരിശോധിക്കുക, UPയിലോ ഗുജറാത്തിലോ നിങ്ങളുടെ ആളുകളൊക്കെ ജീവിക്കുന്ന. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ആനന്ദിന് ഒരു വാചകം പറയാനുണ്ട്. ഒരു സെക്കൻഡ്. ഇല്ല, ഇതൊക്കെ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ആനന്ദ് ഞാൻ ഈ കണക്ക് പറഞ്ഞു. ആനന്ദിനെ പറയാൻ സമ്മതിക്കുക. കാരണം അദ്ദേഹത്തെ കുറിച്ച് പരാമർശം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.34 എന്നതിലേക്ക് താഴുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത സെൻസസ് വരുമ്പോൾ, സെൻസസ് ഡേറ്റ 2011 ശേഷം അവൈലബിൾ അല്ല.
ഈ ഒരു സെൻസസിന് മുൻപ് അത് 2.6 ആയിരുന്നു. മുസ്ലിം വിഭാഗങ്ങളുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്, 2.1 എത്തുകയാണ് ചെയ്യുന്നത്. അടുത്ത സെൻസസിന് ശേഷം അവരും 2.1 താഴേക്ക് എത്തും. ഇവിടെ ഹൈന്ദവ വിഭാഗങ്ങളും ക്രിസ്തീയ വിഭാഗങ്ങളും അവർക്ക് കുട്ടികളുടെ എണ്ണം 2.1 എത്തുന്നില്ല എന്നുള്ളിടത്താണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഈ ഇംബാലൻസ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ അത് മതത്തിൽ മാത്രമായിട്ട് നിലകൊള്ളുകയാണ്. ഈ മലബാർ പ്രദേശത്തെ ആകെ കൂടിയുള്ള അവിടെ ഈ പ്രത്യേകിച്ച് മലപ്പുറത്ത് അവിടെ കോൺസ്റ്റിറ്റ്യുവൻസികൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ഇപ്പോൾ ഡീലിമിറ്റേഷൻ എക്സർസൈസ് കൊണ്ടുവരികയാണല്ലോ, മണ്ഡല പുനർനിർണയം. അപ്പോൾ ദക്ഷിണ മേഖലയിലെ സംസ്ഥാനങ്ങളെല്ലാം അവരുടെ വോട്ടിൻ്റെ വില കുറയുന്നു എന്ന് പറയുന്നത് പോലെ പ്രതിഷേധിക്കുന്നത് പോലെ ഇവിടെ തിരുവിതാംകൂറിലും കൊച്ചിയിലുമുള്ള വോട്ടർമാരുടെ വോട്ടിൻ്റെ വില കുറയാതിരിക്കാൻ അവർക്ക് ഡീലിമിറ്റേഷനിൽ എന്തെങ്കിലും പരിഗണന നൽകാവുന്നതാണ്. പക്ഷേ ഈ 2.34 വെച്ചുകൊണ്ട് 2.34 എന്ന TFR കുറഞ്ഞ് 2.1 എത്തുന്ന ഈ ഘട്ടത്തിൽ മാപ്പിളസ്ഥാൻ അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം ഇങ്ങനെ ഒരു ഭീതി ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരു ഭീതി ഉണ്ടാക്കുന്നത് ഒട്ടും ശരിയല്ല. ഇവിടെ അവരുടെ ജനസംഖ്യ കുറഞ്ഞ് 2.1 താഴേക്ക് എത്തുകയാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ജനവിഭാഗത്തിൻ്റെ ഈ പ്രജനനം ഇത്രയും കുറഞ്ഞിട്ടില്ല. അപ്പോൾ കേരളം ഒരു പ്രത്യേക സ്ഥലമാണ്. കേരളത്തിൽ ഗെറ്റോകളില്ല. ഇവിടെ ക്രൈസ്തവരും ഹൈന്ദവരും മുസ്ലിങ്ങളും ഒരേ പ്രദേശത്ത് ഇടചേർന്ന് ജീവിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള വിഭാഗീയമായിട്ടുള്ള വർഗീയമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിന്റെ പുരോഗതി എങ്ങനെ ഉണ്ടാകും? അതിന് മലപ്പുറം 2 or 3 ആക്കുകയാണ് വേണ്ടതെങ്കിൽ മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം ശക്തം. ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ്. യോജിക്കുന്നവർ 50%, യോജിക്കാത്തവർ 45%. വേണ്ടി പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.